ഇവനെന്റെ കാര്യം നോക്കാനാന്ന് പറഞ്ഞ് ജെട്ടിക്കകത്ത് വെച്ച കയ്യിലും ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല ചെട്ടിക്കാത്തി കഴിയിടോ? ആരാ എന്റെ അപ്പൻ ചെട്ടിക്കാത്തി കഴിയുന്ന? ഇതിനപ്പുറം ചെയ്യണം എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടി കാണിക്കുന്നത് നീയൊക്കെ? ഏതാ വണ്ടിയിൽ പോകുന്ന നമ്മളപ്പ മക്കളെ അപ്പ വേറൊരു സാധനം ഉണ്ട്, ജി വാഗൻ. വാഗൻ പോലെ ഇരുത്തിയ വണ്ടി ഉള്ളോടാ നിന്റെ കയ്യിൽ. ഞാനിത് കേൾക്കേണ്ടവനാ. ആ നീ ഇത് കേൾക്കണം തന്നെയാണ്. അതന്നെയല്ലേ ഞാനും പറഞ്ഞു. അപ്പൊ വാഗണർ അല്ലേ, ജി വാഗൻ. പിന്നെ ഈ കല്യാണം ഒരു ഇത് ഇടയിൽ കൂടെ എന്തൊക്കെയോ കുളിച്ചിത്ത പരിപാടി കൊണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. മോശം അഭിപ്രായം. അപ്പന് പൊക്കിയെന്നാ കട്ടിലെ പിടിച്ചെന്നാ അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പങ്കൊക്കെ അപ്പാ ഈ ഫ്രണ്ട് ഉള്ളവന് നോക്കിക്കോണം കേട്ടാ. അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപ്പാപ്പന് പാളയത്തിൽ 500 ഏക്കർ ഉണ്ട്. പാളയത്ത് 500 ഏക്കറോ? റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. എവിടെ അപ്പാ 500 ഏക്കർ? നാട്ടില് തന്നെ 500 ഏക്കറാണ്. 500 സെന്റ് 500 ഏക്കർ മക്കളെ. 500 ഏക്കറോ? പാളയത്ത് 500 ഏക്കർ. മക്കൾ എന്തൊരു തള്ളാണത്. നിങ്ങൾക്കൊക്കെ എന്താ കൂലി? എന്താണ് കൂലി? കൂലി എന്ന് പറയുമ്പോ 2500 ദിർഹംസ് പെർ ഡേ. അത് ശരി. ഇയാൾക്കിടെ ഉള്ളത് എനിക്ക് തരാല്ലേ? നിങ്ങൾ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഡോളർ ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. റിപ്പോർട്ട് കിട്ടിയത് വെച്ചിട്ട് ജോസി സാർ, എ വെച്ച് തുടങ്ങി എൽ വെച്ച് അവസാനിക്കുന്ന ഒരു പേര് 4 അക്ഷരം. എ വെച്ച് തുടങ്ങി എൽ വെച്ച് അവസാനിക്കുന്ന 5 അക്ഷരമുള്ളൊരു നമ്മളെയാണല്ലോ മച്ചമ്പി. 5 അക്ഷരം. മറ്റേ ഈ തത്തയൊക്കെ വളർത്തുന്ന പയ്യനാണോ? നമുക്ക് സെർച്ച് റിപ്പോർട്ട് കിട്ടിയത്. അവൻ കുറച്ച് പ്രശ്നക്കാരനാട്ടോ. പാട്ടിന് പാട് ബേബി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. മഞ്ഞ പാടി ഒരു ലൈൻ പ്ലീസ്. കടുവായെ കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യ